ഞാൻ പറഞ്ഞില്ലേ, ഇഫ് ഐ ക്യാൻ എനിബഡി ക്യാൻ, വാട്ട് ടു ബി നോട്ട് ടു ബി, അത് അതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ കോഫി ഉണ്ടാക്കാൻ മിൽക്ക് മേടിച്ചില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ പുറത്ത് ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, പോയി നോക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ അവിടെ പോയി മിൽക്ക് മേടിക്കണം. ഇപ്പം അതിനില്ല മിൽക്ക് പൗഡർ. ഇവിടെ ഇവരിവിടെ തരുന്നത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു നെസ്കഫെ, ഒരു പൗഡർ, ഒരു ഗ്രീൻ ടീ. ഓക്കെ, മാച്ചഗി. ഇത് എല്ലാ ഹോട്ടലിലും അത്രയും ഇത് ഷുഗറും. ഓക്കെ, ഇതുകൊണ്ട് എനിക്കൊന്നും ആവില്ല. ഇതുകൊണ്ട് ഇതിനകത്ത് വെള്ളത്തിനകത്ത് ഒഴിച്ചാൽ ഒന്നും ആവില്ല. ഓക്കെ, സോ യു ഡോണ്ട് ബിലീവ്. ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ലേഡി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് അവരെ എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, സോ എപ്പോഴും ഞാൻ അങ്ങനെ എക്സ്ട്രാ മേടിച്ച് വയ്ക്കും. ഓക്കെ, കാരണം കുറേ ഇതുണ്ട്, അത് കട്ട് ചെയ്ത് ഇടാം. ഒരു മിനിറ്റ്. In addition to specifying pickup and drop-off locations when using a taxi app, users will also get an approximate fare based on the input location, the estimated taxi arrival time, as well as the time when the taxi arrives. When it comes to payment, many taxis accept payment by credit card and debit card, but it's pickup and other digital payment methods in addition to cash. Up to you. Okay, 3 to 4. ഞാൻ 4 എടുക്കും. ഇന്നിപ്പോൾ 4 മതി. 4 എടുക്കും, 5 എടുക്കും. ഇപ്പം ഡിപ്പെൻസ് ക്വാണ്ടിറ്റി നോക്കിയിട്ട്. ഓക്കെ, സോ ഇത് മതി. നെസ്കഫെ. ഷുഗർ, കോഫിക്ക് ഷുഗർ ഇല്ലേ പിന്നെ ഒന്നേ ഇടുന്നുള്ളൂ. കുറച്ചുകൂടെ ഇട്ട് നോക്കാം, കാരണം എനിക്കൊന്ന് ക്വാണ്ടിറ്റി കൂടിയാൽ. ഓക്കെ, ഹാഫ് പഞ്ചസാര കുറവ്. എനിക്ക് കൂടുതൽ വേണം, കോഫിക്കും ടീക്കും. ഓക്കെ, സോ ഇത് ബോയിലായി കെറ്റിൽ. വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചേ ഒഴിച്ചുള്ളൂ. വെള്ളം അത്ര ഒഴിച്ചു. ഓക്കെ, സോ ഇങ്ങനെ ആയത് എൻ്റെ സ്റ്റോറിങ്. ഇപ്പം തന്നെ നല്ല കോഫി വന്നു, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ പ്ലാസ്റ്റിക് കപ്പി കുടിക്കും. നമ്മളെല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. ഷെയർ ചെയ്തിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകും. കോഫിയുടെ ഇത് പാലായിരുന്നു ഞങ്ങളുടെ പദം വന്നതിന്. ഓക്കെ, ദിസ് ഇസ് മൈ കോഫി. ഇത് പൗഡറാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്തവണ ആദ്യമായിട്ടാണ് പൗഡർ ഉപയോഗിക്കുന്നത്. മറ്റേ എപ്പോഴും മിൽക്ക് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഓക്കെ, സോ എനിക്ക് വയ്യ തീരെ. ആഹാ, നൈസ് കോഫി ആൻഡ് കുറച്ച് സ്നാക്സ്. പുള്ളിക്കാരത്തി അവിടെ നിന്ന് തന്നു വിട്ട്, ഒരു മുട്ടയൊക്കെ തന്നു വിട്ട്. പാവം വിട്ടപ്പോൾ അത് പറയാനൊക്കെ മറന്നുപോയി. കാരണം ഇത് അവിടുത്തെ സ്നാക്കാണ് കേട്ടോ. അത് ഇതിനെല്ലാം അതിലും കൊണ്ട് തന്നു. ഇതുണ്ട് ബിസ്ക്കറ്റൊക്കെ. പക്ഷെ എന്തെങ്കിലും ഞാൻ ബൈറ്റ് എടുത്തിട്ട്. ഓക്കെ, ദിസ് കോഫി ഫോർ യു. യോക്കോഹാമ വന്നിട്ട് ഫസ്റ്റ് കോഫി. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, കം വിത്ത് മീ. സോ കണ്ടോ, ആക്ച്വലി എൻ്റെ മഴത്തുള്ളി വീഴുന്നതുകൊണ്ട്, വെള്ളം വീഴുന്നതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇതാകുന്നുണ്ട്. അതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാം, പക്ഷേ എനിക്ക് കാണാം. ഇതിനകത്തുള്ള അത്ര ക്ലിയറായിട്ട് കാണാം. അതുകൊണ്ട് മഴയാണെങ്കിലും ഇവിടെ കാര്യം കഴിഞ്ഞ തവണ നല്ല ഒരു സമ്മറിലെ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ തണുപ്പുണ്ടെങ്കിൽ അത്ര അങ്ങനെ തണുപ്പില്ലായിരുന്നു. ഓക്കെ,
പക്ഷെ ഇതങ്ങനല്ല, ഇതിപ്പം എന്താ പറയുക, ഫോഗ് മിസ്റ്റി എന്താ പറയുക, ഇത് വരുന്ന ഉണ്ട്. നല്ല നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. സോ ഐസി കോൾഡ്, ഫ്രീസിങ് കോൾഡ്. ബേട്ടവർ അതാ ബേട്ടവർ ഗൊണ്ടോള മീൻസ് ഇതിങ്ങനെ എയർ ക്യാബ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതായത് എല്ലാം ഈ സറൗണ്ടിങ്സിലാണ്. അത് വീലിൽ ഇപ്പോൾ 6:08 അതിൻ്റെ സമയം വരെ കാണാൻ എനിക്ക് അവിടെ. പക്ഷേ ഇത് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഫുള്ള് ലൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര കളറിൽ ഇങ്ങനെ കളർ മാറി ഞാൻ കഴിഞ്ഞ തവണ നല്ല വീഡിയോസായിരുന്നു. നല്ല വീഡിയോ. മഴ അന്നേരം രാത്രി 11 മണിയൊക്കെ എങ്ങനെയായപ്പോൾ ഇത്തിരി 10 മണി കഴിഞ്ഞപ്പോൾ അത്രയും എങ്ങനെയായപ്പോൾ ഇത്തിരി ചെറുതായിട്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ചെറുതായിട്ട് ഡ്രസ്സിങ് ഇറ്റ്സ് ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ നിന്നും എടുത്തായിരുന്നു താഴ്ന്ന്. എല്ലാം കാണാൻ ഇവിടെ. അല്ല ബോട്ടിങ് കണ്ടോ ഇന്ന് ബോട്ടിൻ്റെ ലൈറ്റ് കണ്ടോ, ബോട്ടുണ്ട് കണ്ടോ, ഗ്രീൻ കളർ അവിടെ. അത് എന്താ പറയുക, മറ്റേത് നമ്മൾ ഓപ്പൺ ഇതിലായിരുന്നു ബോട്ടിലൊക്കെ വന്ന്. അന്ന് തന്നെ ഫസ്റ്റ് ഡേ ഞാൻ ഈ നൈറ്റിൽ തന്നെ എല്ലാം കുറേ അന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് എല്ലാം കൂടുതലും എക്സ്പ്ലോർ ചെയ്തു. അത് അത്ര നല്ല ഭംഗിയായിരുന്നു അവിടെ. അതിൻ്റെ പിറ്റേ ദിവസം അതിന് പോകാൻ ഒരു ദിവസം മഴയായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ എന്തോ ത്രൂ ഔട്ട് മഴയായിരുന്നു. പിന്നെ അന്നേരം ഞാൻ പറയുകയും ചെയ്തു, കണ്ടോ ഫസ്റ്റ് ഡേ അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അത്രയും നന്നായിട്ട് ചെയ്തെന്നു. പക്ഷേ മറ്റുള്ള ഇതെന്ന് വെച്ചാൽ റൂമിലിരുന്നാൽ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ ഇരിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. പിന്നെ വൈഫൈ എപ്പോഴും ഉണ്ടല്ലോ, മറ്റേ അവിടെ മാത്രം. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഗസ്റ്റ് ഹൗസ്. ഇറ്റ് വാസ് ആക്ച്വലി എന്തൊക്കെ പറഞ്ഞെങ്കിലും അത് മിസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ ഇതിപ്പം കണ്ട സിറ്റി, അതായത് കമാക്കുറ, രണ്ടിതാണ്. കമാക്കുറയുടെ ക്യാപിറ്റലാണ് യോക്കോഹാമ. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് സിറ്റി. ഓക്കെ, മറ്റേത് കണ്ടില്ലേ ട്രഡീഷണൽ വീടുകളും ഇതുമൊക്കെ ആയിട്ട് നല്ല നല്ല അലീസ്, നല്ല അലീവേ നടക്കാൻ ഡൗൺ ടൗൺ പോലെ നല്ല രസമുണ്ടായിരുന്നു. ഐ റിയലി മിസ് ദാറ്റ്. ഐ ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് പ്ലേസസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ നമ്മൾ ഗ്രാമങ്ങൾ പോലെ ചെറിയ ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം, അല്ല നഗരങ്ങളിൽ ചെന്ന് അങ്ങനെ തോന്നും. പക്ഷെ ഞാൻ പറയും ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കാം. ആ ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധിയും ആ ഒരിതും അവിടെ താമസിക്കുന്നവർക്കും ആ ഒരിത് എന്താ പറയുക, അവർ ലേഡി ഷി വാസ് സോ നൈസ്. ഷീ ആൾസോ വിൽ ബി മിസ് മീ വെരി മച്ച്. കാരണം പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ പോയാൽ എനിക്ക് ഓർക്കുമ്പോൾ കരച്ചിൽ വരും എന്നൊക്കെ. സോ ഐ വെൻ ഐ റിമെമ്പർ യു എന്ന് പറഞ്ഞിട്ട്. സോ ഓഫ് കോഴ്സ് നല്ലൊരു മദർലി അഫെക്ഷൻ ആൻഡ് മദർലി കെയറിങ് ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ മുടി നനഞ്ഞു ഇരുന്നപ്പോൾ മുടി, കാരണം എനിക്ക് ഞാൻ അങ്ങനെ നാട്ടിൽ എന്താ പറയുക ഒത്തിരി വർഷമായില്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അധികം ആരും എന്നെ കെയർ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഓക്കെ, സോ ചെറുപ്പത്തിലല്ല ആയിട്ട് വളർന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ അന്ന് തൊട്ടൻ നമ്മൾ ഒറ്റയ്ക്ക് ഒരു അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക, അങ്ങനെ എന്നെ ആരും, ഞാൻ എപ്പോഴും പറയും ഒരു കപ്പ് കോഫി, കാരണം ഞാൻ സെൽഫ് കുക്കിംഗ് ആണ്. ഓക്കെ, കാരണം ഉണ്ടായിരുന്നു മുമ്പ് ഇവിടെ വെച്ച് കെയർ ഫോഴ്സിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്കിഷ്ടം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാനാണ്. ഓക്കെ, സോ അങ്ങനെ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാം അത് ജോലിക്കാരി ഉള്ളപ്പോഴാണ് അവർക്ക് നല്ലൊരു കോഫി ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഓക്കെ, കാരണം അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും നന്നായിട്ട്. അപ്പോൾ അവർ പറയുമോ അത്, കാരണം ഒന്നാമത് എനിക്ക് ഇഷ്ടം, ഞാൻ പറഞ്ഞില്ല എല്ലാം എനിക്ക് കഴിക്കുന്ന ആയാലും എന്തായാലും എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ കഴിക്കുള്ളൂ. പക്ഷേ കുറച്ച് മതിയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം കൃത്യമായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നല്ല എല്ലാം ടേസ്റ്റി ആയിരിക്കണം. അപ്പോൾ അത് ഒക്കെ എന്താ പറയുക, കുക്കിംഗ് ആയാലും മറ്റുള്ളതായാലും ഞങ്ങൾ രണ്ടുപേരും, പുള്ളിക്കാരൻ നന്നായിട്ട് കുക്ക് ചെയ്യും, ഞാനും കുക്ക് ചെയ്യും. എനിക്കിഷ്ടം നമ്മുടെ കേരള ഫുഡാണ്. പക്ഷേ റൈസ് ഇപ്പോഴല്ല ഒരുപാട് നാളെ റൈസ് അല്ലെങ്കിലും പണ്ട് അങ്ങനെ ഒത്തിരി കഴിക്കാൻ പറ്റില്ല. ഇപ്പം എന്ന് പറയുമ്പോൾ ഇത്തിരി മീൻ കറിയും ചോറൊക്കെ കഴിക്കണമെന്ന് തോന്നും. കപ്പയും മീനും ഒക്കെ കഴിക്കുന്നതാണെന്ന് തോന്നും. പക്ഷെ ഇതെല്ലാം ഞാൻ തന്നെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മൂടങ്ങ് പോകും, കഴിക്കാനുള്ള ഒരു ഫ്ലോ അങ്ങ് പോകും. ഓക്കെ, മൂടൊന്നുമല്ല, ഫ്ലോ അങ്ങ് പോകും. പിന്നെ എന്താ പറയുക, അങ്ങനെയാണ് ഈ പറഞ്ഞ എനിക്ക് ചായയും കോഫി. ഞാൻ പിന്നെ പാല് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതല്ലേ മറ്റേ പൊടി കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പം തൊട്ട് മിൽക്ക് മേടിച്ച് ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ആ കോഫിയുടെ ടേസ്റ്റ് വേറെ. അപ്പോൾ പൗഡർ ഇട്ട ടേസ്റ്റായിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല. പിന്നെ ഞാൻ പോയി അവിടെ നിന്ന് മേടിച്ചല്ലോ, നമ്മൾ മിൽക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഒരു ഗ്ലാസ് നല്ല കോഫി കുടിച്ചു. ആ ഒരു സ്നാക്കും കഴിച്ചു ചിക്കൻ്റെ. അപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു. ഓക്കെ,
മാങ്ങയൊന്ന് ഇത്ര എക്സ്പെൻസീവ് മാങ്ങയാണോ അതൊന്ന് ഈ നൈഫ് മറ്റേ ഈ ഇതിനകത്ത് വന്നിട്ടുണ്ട്, സൂട്ട് കേസിനകത്തുണ്ട്. ഞാൻ നൈഫും സിസേഴ്സും അതൊക്കെ കൊണ്ടുവരും, കാരണം എനിക്കിതൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ്. ഇങ്ങനെ ഇതെന്ന് വെച്ചാൽ ഇത് ഇത്രയും പോർഷനാണ് യൊക്കോഹോമ. ഓക്കെ, അതാണ് ഈ അപ്പ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകതയും. കാരണം വെച്ചാൽ ഇവിടെ ഈ ബേ ടവറിൻ്റെ അടുത്ത്, അതായത് ആ ബേയുടെ കരയിലാണ് ഇതെല്ലാം ഉള്ളത്. ഓക്കെ, ഈ ഒരു സറൗണ്ടിങ്സിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും അറിയില്ല, 2 കിലോമീറ്റേഴ്സ് ആണ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എല്ലാ എന്താ പറയുക, യൊക്കോഹോമയുടെ എല്ലാ അട്രാക്ഷൻസ്, മെയിൻ അട്രാക്ഷൻസ്, കപ്പ് നൂഡിൽസ് മ്യൂസിയം, ഞാൻ പറഞ്ഞു റെഡ് ബ്രിക്ക് ഹൗസ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞത്, പാർക്ക്, പിന്നെ ആകെ ഒരു ഇത്തിരി ഇങ്ങോട്ട് നടക്കാനുള്ളത് എന്താ പറയുക, ചൈന ടൗൺ ഇത്തിരി കൂടെ അങ്ങോട്ട് നടക്കണം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ എന്നാ കാണാവുന്ന പോലെ എല്ലാ സറൗണ്ടിങ്സിലും എല്ലാം ഉണ്ട്. ഓക്കെ, കണ്ട നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല, ലൈറ്റ് ഇങ്ങനെ വന്ന് എന്താ വീല്, യൊക്കോഹോമ ജയൻറ്റ് വീൽ, ക്ലോക്ക് വീൽ എന്ന് പറയുന്നത് അതിൽ കാണാൻ വയ്യ. ഇതിനകത്തൂടെ അത്ര അങ്ങോട്ട് അല്ല ടൈം വരെ ഉണ്ട് ഇവിടുന്ന് 6:15 ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് ഇങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് അതായത് ടോക്കിയോയിൽ നിന്നും മറ്റുള്ളിടത്തു നിന്നുമൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് രാത്രിയാകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ നല്ല വീഡിയോ ഇട്ട് അവിടുത്തെ കോപ്സും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ. ഓക്കെ, അതൊരു നല്ല ബ്യൂട്ടിഫുൾ വീഡിയോ ആയിരുന്നു ആ ഫയർ വർക്ക്സിൻ്റെതും ഒക്കെ. അപ്പോൾ അത് അത്ര സമയം മഴയത്ത് നിൽക്കുകയും ചെയ്തായിരുന്നു ഞാൻ അന്നവിടെ. അന്ന് ഇതുപോലെ മഴ ഡ്രസ്സിൽ ഇങ്ങനെ, കാരണം കടലിനകത്ത് വെച്ചാണ് ഈ ഫയർ വർക്ക്സ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അവർ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് കാണാനായിട്ട് ആ ബീച്ച് ഏരിയ മൊത്തം അത്രയും ലക്ഷക്കണക്കിന് ജനം. സോ എന്നിട്ട് തന്നെ ഞാൻ അവർ എന്താ പറയുക, അത് വൈകുന്നേരം ആയപ്പം തൊട്ട് എല്ലാം ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. 7:30 തോന്നുന്നു ടൈമിങ്, അരമണിക്കൂർ എന്തോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 7:30 8 ഞാൻ ഓർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് പിന്നെ തിരിച്ച് ഇവിടെ പോകണം, എന്താ പറയുക, ടോക്കിയോയിലൊക്കെ പോകണം. എല്ലാവരും അത് കഴിഞ്ഞപ്പോൾ ഓടുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത്രയും അങ്ങ് ജാമാകും റോഡ് മൊത്തം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഞാൻ ഓടി വന്ന് തൊട്ടടുത്തല്ലേ എൻ്റെ ഹോട്ടൽ, ഓടി വന്ന് അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പോകുന്ന കാണിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടതെല്ലാം പോയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ്. അല്ലാതെ ഇപ്പം വന്നാതെ ഇപ്പം വരുമെന്ന് വിചാരിച്ചതല്ലേ ഇത് ചാനലിൽ വീഡിയോ പോയതുകൊണ്ടൊന്നുമല്ല. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ടിക്കറ്റ്സും ചിലയിടത്തെ ഫ്ലൈറ്റും ചില ഹോട്ടൽസ് ഓൾമോസ്റ്റ് ഓൾ എല്ലാം ഇതാക്കി വെച്ചിരുന്നെങ്കിലും കുറേ ചിലയിടത്തൊക്കെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എല്ലാം ബുക്കിംഗ് എല്ലാം ഒരുമാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് എന്താ പറയുക, അങ്ങനെ ഒരു ഇത് വെച്ചിട്ടല്ല. പിന്നെ എന്താ പറയുക, ഇത് ഈ സീസണിൽ, സക്കൂറയുടെ സീസണിൽ ഒന്നുകൂടെ കാണണമെന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, വരണം എന്ന്. കാരണം ഞാൻ 2 വർഷം മുമ്പാണ് ജപ്പാനിൽ വരാൻ പ്ലാൻ ഇട്ടത്. ഓക്കെ, അതായത് എൻ്റെ യാത്ര തുടങ്ങുന്നതിന് 1 വർഷം മുമ്പ് ജപ്പാന് വരണമെന്ന്. അപ്പോഴത്തേക്ക് ഇതുപോലെ ഏപ്രിൽ വേറെന്തോ കാര്യം കൊണ്ട് കഴിഞ്ഞു പോയി. ഓക്കെ, സോ അങ്ങനെ എപ്പോഴും മനസ്സിലാഗ്രഹം തുടങ്ങിയിട്ട് കുറേ വർഷമായിട്ട് ജപ്പാൻ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജപ്പാൻ എന്നുള്ള പേരും ടോക്കിയെന്നൊക്കെ അല്ലാണ്ട് ഒരു കുന്തവും അറിയത്തില്ലായിരുന്നു. ഓക്കെ, സോ പക്ഷെ കഴിഞ്ഞ തവണ ജപ്പാൻ വരുന്നതിന് മുമ്പ് ഞാൻ കുറേ എല്ലാം നോക്കി, എനിക്ക് വരേണ്ട സ്ഥലങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കാണാൻ സ്റ്റഡി ചെയ്ത് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറയുക, പ്രീവിയസ് ഡേ ആണ് ആ ഡേസ്. ഇപ്പോൾ ടോക്കിയോയിലാണെങ്കിൽ ഇത്ര ദിവസം ടോക്കിയോയിൽ താമസിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ അവിടെ അത്രയും ദിവസം കൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ള അത് ഞാൻ ഡേ ബൈ ഐറ്റിനറി ഞാൻ അവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഐ ഹാഡ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് ദ പിക്ചർ ഓഫ് ജപ്പാൻ. ഓക്കെ, സോ എവിടെ എന്ത് കാണണം, എന്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ്. രാവിലെ ഒരു 1 അവർ എഴുന്നേറ്റ് കോഫിയും കുടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കി, ഓക്കെ ഇന്നിവിടെ പോ അവിടെ പോ, അപ്പോൾ എത്ര സമയം കൊണ്ട് കവർ ചെയ്ത് അങ്ങനെ നോക്കിയിട്ട് നല്ല ഡിഷ് അങ്ങനെ ഓടി അത്രയും മാസം കൊണ്ട് കണ്ടപ്പം എന്തോരം ഞാൻ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, 7 പ്രിഫെക്ചറിൽ കൂടുതൽ പോയി. ഇപ്പം ഇതുവരെ ഇവിടെ വന്നിട്ട് ഷിങ്കൻസൺ എടുത്തിട്ടില്ല. ഇതിനോടകം 2 ഷിങ്കൻസൺ എടുക്കേണ്ട സമയം കഴിഞ്ഞ തവണത്തെ ആണെങ്കിൽ. ഓക്കെ,
സോ കാരണം അത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല ട്രെയിനിന് അത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഫൈക്കാൻ എനിബഡി ക്യാൻ ബിക്കോസ് ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പ് ട്രെയിൻ അങ്ങനെ യൂസ് ചെയ്തോ എല്ലാം നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾ ഫ്ലൈറ്റ് കാറ് അതല്ലാതെ കണ്ട് ഒരു ബസ്സോ ഒരു അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യാനൊരു അവസരം നമുക്ക് വന്നിട്ടില്ല അപ്പം അത് അങ്ങനെ ഉള്ള എനിക്ക് എന്താ പറയുക ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ മതി ട്രെയിനിൻ്റെ സ്റ്റേഷൻ കണ്ടിട്ട് തന്നെ ഒരു മോർ ദാൻ 15 to 20 ഇയേഴ്സിന് മേളിലായി. ഓക്കെ, അത്രയും വെറുതെ പറയുന്നതല്ല. അപ്പോൾ അത്രയും എന്താ പറയുക യൂറോപ്പിൽ ട്രെയിൻ അറിയാലോ, അത് പിന്നെ ഇതുപോലെ സ്വിറ്റ്സർലൻഡിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള അങ്ങനെ ട്രെയിൻ യൂസ് ചെയ്യുന്നതല്ലാണ്ട് നമ്മുടെ ഇന്ത്യയിൽ 20 ഇയേഴ്സിന് മേളിലായി ഞാൻ ട്രെയിൻ യൂസ് ചെയ്തിട്ട്. എയർ ക്യാബിൻസ് വന്നിട്ട് ലൈറ്റ്. അപ്പോൾ അങ്ങനെ പോലും ഇതാക്കിയിട്ട് എന്താ പറയുക നമ്മൾ പിന്നെ ഞാൻ ഇതൊക്കെ അതും ഇവിടുത്തെ സിസ്റ്റം എത്ര ഇതാണ് അതൊക്കെ ഞാൻ കവർ ചെയ്തില്ലേ. സോ അതൊക്കെ കൊണ്ടാണ് ഒരു എന്താ പറയുക എപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സമയമുള്ളപ്പം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടും എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്കൊക്കെ എന്നേക്കാളും കഴിവുള്ളവരാണ് ബാക്കി എല്ലാവരും. അറ്റ് എനി കോസ്റ്റ് ഞാൻ അവിടെ റൈറ്റ് ഹാൻഡ് എഴുതി തരാം. സോ ബിക്കോസ് എനിക്ക് പറ്റുമെങ്കിൽ ഇഫ് ഐ ക്യാൻ എന്നെ പിടിക്കാൻ ട്രാവൽ ഓൺ ദ ഹോൾ വേൾഡ്. സോ ആ ഒരു ഇത് വേണം. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ എന്താ പറയുക നമ്മളെന്താണെന്നുള്ളത് ആദ്യം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്, നമുക്കൊരു എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ദറ്റ് യു ഷുഡ് ഹാവ് ദ ക്വാളിറ്റി. ഓക്കെ, ആ ക്വാളിറ്റി എന്ന് പറയുന്ന വേർഡിന് ഒരുപാട് അർത്ഥമുണ്ട്. ഓക്കെ, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്വാളിറ്റി അതിലൊന്നെന്ന് പറയാനായിട്ട് നമുക്കെല്ലാം കിട്ടും, എല്ലാ സൗകര്യമുണ്ട്, എല്ലാം കിട്ടും. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഓക്കെ, നമുക്ക് നോന്ന് പറയാൻ മാത്രമല്ല, നമുക്കത് വേണ്ടാന്ന് ചൂസ് ചെയ്യാനുള്ള മനസ്സ്. ഓക്കെ, അത് ഇന്ന് നമ്മൾ കാണുന്നതാണ്. ഓരോ ആൾക്കാർ നമ്മൾ ന്യൂസിലും അതിലും ഇതിലും ഒക്കെ ഓരോരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളതിലും ഒക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, സോ അവരൊക്കെ ആൾക്കാർ തിങ്ക് ചെയ്യുക, നമ്മളെക്കുറിച്ച് നമുക്കൊരു ഫാമിലിയുണ്ട്, ഫാമിലിയെക്കുറിച്ച് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ. സോ നമ്മൾ എന്തിനാണ് വരുന്നത്, നമ്മുടെ പർപ്പസ് എന്താണ്? ഐ വാണ്ട് ടു സീ ദ ഹോൾ വേൾഡ്, അല്ലെ ഐ വാണ്ട് ടു സീ ദിസ് വേൾഡ്. ഓക്കെ, സോ അവിടെ എന്താ കാഴ്ചകളുള്ളത്, എന്താ കാണാനുള്ളത്? ഓക്കെ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിക്കാം. ഓക്കെ, അങ്ങനെ ഷോപ്പിംഗ് നടത്തുമോ, അങ്ങനെ അതിനകത്തൊന്നുമല്ല ഞാൻ പറഞ്ഞ. ഓക്കെ, സോ ബട്ട് വാട്ട് ടു ബി നോട്ട് ടു ബി അതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഈസി. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, പക്ഷേ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണ്ടാവും. ഓക്കെ, സോ നല്ല ആ ജയൻ്റ് വീല് ഇങ്ങനെ ഇപ്പം റൊട്ടേറ്റ് ചെയ്യുന്നില്ല, മറ്റേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മഴയായതുകൊണ്ട് എല്ലാം നിശ്ചലമായിട്ടിരിക്കുന്ന പോലെ. ഓക്കെ, അതല്ലെങ്കിൽ ഇതൊക്കെ കാണാനാണ്. ഇവിടെ നിന്ന് എൻ്റെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ ജസ്റ്റ് ഒരു 50 മീറ്റർ ഇല്ല, ആ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാലാണ് ഇത് മൊത്തം കാണാം. ഓക്കെ, അവിടെ വന്ന് നിന്ന് എത്ര ഫോട്ടോ എടുത്ത് ആൾക്കാർ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, കാണാൻ വരുമോ ദൂരത്തോ എന്നൊക്കെ പാവം. അതുകൊണ്ട് കാരണം ടോക്കയിലാണെന്ന് പറഞ്ഞാൽ ടോക്കയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അകത്തിരിക്കാതെ ഇതുപോലെ രാത്രിയാകുമ്പോൾ ഈ സമയത്ത് മഴയത്ത് എവിടെ പോകാൻ നോക്കുമോ? ഇല്ല, ഇതൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ഇത് എന്തായാലും പകലായാലും രാത്രിയായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, റൂമിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അല്ലേ? കുറേ വെറൈറ്റീസ് ഓഫ് ജാപ്പനീസ് ട്രഡീഷണൽ എന്താ പറയുക റെസ്റ്റോറൻറ്റ് തൊട്ട് വെസ്റ്റേൺ അമേരിക്കൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഫ്രഞ്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെ വേറെ കുറേ ചൈനീസ് കുസീനുണ്ട്, പിന്നെ അങ്ങനെ ബാക്കി എല്ലാ സ്പായും പിന്നെ അതുപോലുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ്സിനും എല്ലാ ഇതായിട്ടുള്ള എല്ലാ ജക്കുസി എല്ലാ അത് ഷവർ എടുക്കും, അതിൻ്റെ ഹോട്ട് സ്പ്രിങ് ഷവർ എവറിത്തിങ് സോ be with me.
ആൻഡ് യു ആർ വാച്ചിങ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ട് തുണിയത്. ഓക്കെ, ഫാമിലിയുമായിട്ടൊന്ന് പോകാമെന്ന് വെച്ചാൽ മിൽക്കോ എന്തെങ്കിലുമൊക്കെ ഇത്തിരി സാധനം ഒന്നുമില്ല, ഫ്രിഡ്ജ് കാലിയാണ്. ഇതിനകത്ത് തന്നെയല്ലേ, 4th ഫ്ലോറാണ്. ഓക്കെ ഓക്കെ, പെട്ടെന്ന് എത്തി കേട്ടോ. ഞാൻ അങ്ങോട്ട് കയറി ഇത് ഓൺ ചെയ്യുന്നതുകൊണ്ട് എത്തി. അത്ര ഫാസ്റ്റാണ് ലിഫ്റ്റ് കേട്ടോ, ഭയങ്കര ഫാസ്റ്റാണ്. ഇതാണ് 4th ഫ്ലോർ. ഷോർട്സിൽ ഭയങ്കര തണുക്കുന്നുണ്ട്, കാരണം ഇവിടെ ഇപ്പം വാമായി ആ പാസേജിൻ്റെ അവിടെ ഭയങ്കരമായിട്ട്. ഓക്കെ, ഫാമിലി നാട്ടിൽ പോയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ എന്തെങ്കിലും സ്നാക്സ് വന്നിട്ട് കാണാം. ഫാമിലി നോട്ട് അങ്ങോട്ട് അവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ റിസോർട്ട് അവിടെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇവിടെ കൊടുക്കുന്ന ഇത്രയേ ഉള്ളൂ, അവിടോട്ടാണ്. പക്ഷെ ഇവിടെ അവനുമായിട്ട് പോകേണ്ടത്. ഓക്കെ, തരും പുറത്തോട്ട് പോകാൻ ഒരു വഴിയില്ല, ഉണ്ട് വയ്യ. ഓക്കെ, ഭയങ്കര സോ കോട്ട്. ഫാമിലിയുമായിട്ട് ഓക്കെ. ഇവിടെ റിലാക്സിങ് ചെയറൊക്കെ ഉണ്ട് കേട്ടോ, നോക്കി ഇവിടെ ഇരുന്ന് റിലാക്സൊക്കെ ചെയ്യാം, മസാജിങ് ഒക്കെ ചെയ്യാം, മസാജിങ് ചെയറൊക്കെ. ഓക്കെ, 11 ഇതെല്ലാം ഇവിടെ. പിന്നെ എന്താ പറയുക, ഷവർ എടുക്കാം. ഇതൊക്കെ ഗ്രേപ്സിൻ്റെ ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന കുറേ മേടിച്ചുകൊണ്ട് ഞാൻ വന്നായിരുന്നു ലാസ്റ്റ് ടൈം. തവണ ഒന്നും മേടിക്കുന്നില്ല, കാരണം ആർക്കും കൊടുക്കാൻ പറ്റുക. കുറേയൊക്കെ നെയ്ബേഴ്സൊന്നും നമ്മളധികം ഒന്നും ഇല്ലല്ലോ. ഓക്കെ, പിന്നെ കുറേ മിക്കവാറും ജോലിക്കാരുടെ മക്കളും കഴിക്കുമായിരുന്നു. ഓക്കെ, സോ എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ. വെള്ളമുണ്ട്, അല്ലെങ്കിൽ വെള്ളം സാധാരണ മേടിക്കുന്നത്. വെള്ളമുണ്ട്, വെള്ളം ഇന്നത്തേക്കൊക്കെ ഉണ്ട്. ഇവിടെ കോൾഡ് സ്റ്റോറേജ് ഭയങ്കര നമുക്ക് കഴിക്കാനുണ്ടെങ്കിൽ, കാരണം അവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആകുമ്പോൾ സമയം എടുക്കും. എന്തെങ്കിലുമൊക്കെ ഇത് സുഷിയൊക്കെ, ഇത് റൈസാണ്, എനിക്കിഷ്ടമില്ല, ഫുള്ള് റൈസാണ്. ഓക്കെ, സുഷി കഴിക്കുന്നത്. ഇവരുടെ ഫുഡിനകത്ത് കണ്ടില്ല, ഏറ്റവും കൂടുതൽ റൈസ് ഐറ്റംസ് ആണ്. ഞാൻ കാണിച്ചുതരാം, ഫ്രണ്ട് ക്യാമറ കാണിച്ചുതരാം. ഫുള്ള് റൈസ് ആയിട്ടുള്ളതാണ്. ഇപ്പം എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഞാൻ കഴിച്ചില്ല, കാര്യം സലാഡും ഒന്നും കഴിച്ചില്ല. അല്ല, അത് നല്ല തണുപ്പായതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല, അങ്ങനെ സലാഡൊന്നും. ഓക്കെ, മുട്ട മാത്രമേ കഴിച്ചുള്ളൂ, മുട്ടയും ബ്രെഡും ഒരു കഷ്ണം. ഇപ്പം നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. സലാഡ് അവർക്ക് നല്ല സലാഡായിരുന്നു, ഈ കാര്യം നല്ല ഇതൊക്കെ. പക്ഷെ എനിക്ക് വൈകുന്നതാണ് ടൊമാറ്റോ ഒക്കെ തണുത്ത് ചൂടാക്കാൻ പറ്റുന്നില്ല സലാഡ്. പാസ്ത അങ്ങനെ എന്തെങ്കിലും നോക്കാം. കാരണം എനിക്ക് റൈസ് വയ്യ. പിന്നെ റെസ്റ്റോറൻ്റൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഇരിക്കാനും വയ്യ. ഞാൻ നൈറ്റിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നോക്കട്ടെ. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉരുക്കാറ്റി ഉണ്ടാക്കി അവർ ഫ്രൈ ചെയ്തൊക്കെ തന്ന റൈസാണ് എൻ്റെ അതുപോലത്തേക്ക്. അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അത് ഇവരുടെ എന്തെങ്കിലും ഇതായിട്ടും ഉണ്ടാകും ചൂടോടെ. ഓക്കെ, നോക്കട്ടെ. സോ മിൽക്ക്, ഒരു സലാഡ്, മിൽക്കാണ് അത്യാവശ്യം. പിന്നെ ചിക്കൻ ഞാൻ അവിടെ തരാം. ഓക്കെ, എടുത്ത് നോക്കാം. ചിക്കൻ്റെ ഐറ്റം, ഫ്രൈഡ് ഐറ്റം ഇവിടുത്തെ നല്ലതാണ്. ഫാമിലി മാർട്ടിലെ ഇവിടുത്തേക്ക് നല്ലതാണ്. ഓക്കെ,
സോ ചിക്കൻ്റെ ഫ്രൈ ഐറ്റം മേടിച്ചു. അത്രയൊക്കെ ആയിട്ട് ഇതിനകത്ത് മസാല എന്തോ കിട്ടും. ഓക്കെ, ഇതേപോലെ സ്റ്റീംഡ് ഒക്കെ കിട്ടും ഐറ്റംസ്. എഗ്ഗും ഒക്കെ അതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഐറ്റം ഓക്കെ കാരണം ഉണ്ട്. നൂഡിൽസും അതുപോലൊക്കെയുള്ള ഐറ്റംസ് കൂടുതലുണ്ട്. ഒന്നും ഞാൻ മതി, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഇപ്പം ഇത് ഫുള്ള് ഇത്രയുണ്ട്. ഇത്രയും ഡിഷൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടെ തന്നെ വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇറങ്ങിയ തണുപ്പായപ്പോൾ വീണ്ടും വിശപ്പ് പോയി. പക്ഷെ അകത്ത് പോകുമ്പോൾ വീണ്ടും വിശക്കും. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഈ ജ്യൂസ് നോക്കി. ആ ജ്യൂസ് വേണ്ട, ഗ്രീൻ ടീ ഒക്കെ ഇരിക്കുന്നത് വേണ്ട. പാലാണ് എനിക്ക് അത്യാവശ്യം വേണ്ടത്. കോഫി ഇട്ട് കുടിക്കാൻ ഗ്രീൻ ടീ. എൻ്റെ കാർഡ് സെക്കൻഡ്, ഞാൻ കാർഡ് ഇതിനകത്താണോ വെച്ചെന്ന് നോക്കട്ടെ. മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കാർഡില്ലെങ്കിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യത്തില്ല. കാർഡ് എടുത്ത് അകത്ത് വെച്ചോ. പൈസ എടുത്തപ്പം നോ നോ No. I had checked my feet. Okay, one second, let me check. Excuse me, my card kit. Oh, sorry. Oh, yeah, thank you so much. കാർഡ് ഇതാ ഞാൻ പറഞ്ഞേ, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോകും. കാർഡ് കീ അവിടെ വെച്ചിട്ടേ പൈസ ക്യാഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കാർഡായിരുന്നു എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറച്ച് എന്തെങ്കിലും ഒന്ന് ക്യാഷ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കി കൊടുത്തു. 1500 സംതിങ്ങേ ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് കൊടുത്തു. ഓക്കെ, ഇതെന്തോ ഫാമിലി മാർട്ട് ഇവിടുത്തെ. ഓക്കെ, ചിപ്സൊക്കെ ഇരിക്കും. ചെയറൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞു. റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്താ പറയുക, 2-3 ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ബാങ്കറ്റ് റൂം, ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് എന്നുവെച്ചാൽ ഷൂ വേണം. ഷോർട്സ് അല്ല, ഇത് സ്ലിപ്പർ അങ്ങനെ നിൽക്കുന്നത് ഇല്ലാൻ പാടില്ല. റെസ്റ്റോറൻറ്റ് അതിൻ്റെ 3rd ഫ്ലോർ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്. ബ്രിവറി റെസ്റ്റോറൻറ്റ്, ജാപ്പനീസ് ഫുഡ്. ഓക്കെ, കഫേ, ഗിഫ്റ്റ് ഷോപ്പ്. ഓക്കെ ഓക്കെ, ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ഇത് 3rd ഫ്ലോർ ഇല്ലേ, താഴോട്ട് പോയാൽ ഫസ്റ്റ് ഫ്ലോർ പോകാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടെ പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോർ. എല്ലാം കൂടെ ഒന്നിച്ച് എന്തായാലും മേടിക്കില്ല. ഓക്കെ, റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് ഡിന്നർ ബുഫേറ്റ്. എന്തൊക്കെയാ ഉള്ളത്? ലാ വെരാൻഡ ഡിന്നർ ബുഫേയുടെ 4 ആയിട്ട്. റെസ്റ്റോറൻറ്റ്, ലാ വെരാൻഡയുടെ റെസ്റ്റോറൻറ്റ്. പിന്നെ
കണ്ടോ ഇവിടുന്ന് വേട്ടവറൊക്കെ അവിടെ നിന്ന് കാണുന്നത് നോക്ക്. എനിക്ക് ആൾക്കാർ അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുന്നു. സ്മോക്കിങ് ആയിട്ട് അവിടെ ഇല്ല കേട്ടോ. അത് നല്ല കാര്യം. എനിക്ക് അപ്പാടെ എല്ലാ ഹോട്ടലിൽ എനിക്കിഷ്ടമായി. ഡിന്നർ തുറന്നിട്ടില്ല കണ്ടോ. അത് 5:30 എങ്ങാണ്ടൊക്കെയാവും ഓപ്പൺ ആകുമ്പോൾ. ഓക്കെ, സോ ഇതാണ് ലാവരണ്ട. ഓക്കെ, അത് ഓപ്പൺ ആയിട്ടില്ല, അത് ടൈമുണ്ട്. അതാ ഞാൻ പറഞ്ഞത് അതുവരെ ഒന്ന് എനിക്ക് കിടന്ന് നോക്കണം, നേരത്തെ കാണുമെന്ന് നോക്കണം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇങ്ങണ്ട്. ഇത് ഏത് ഫ്ലോറിൽ നിന്നും ഇതുണ്ട്. ലിഫ്റ്റ് അപ്പം അടുത്ത നമുക്ക് അങ്ങനെ എൻ്റെ ഹോട്ടൽ തന്നെ ഇങ്ങനെ നടക്കാം, കുറേ നടക്കാം. ഓക്കെ, സോ രണ്ട് സ്ലോലി ഡൗൺ. അതുകൊണ്ട് അത്യാവശ്യം എക്സസൈസിന് വേറെ ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷേ അതിനകത്ത് എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഗ്രാൻഡ് സ്പാ 4th ഫ്ലോറിൽ ഗസ്റ്റ് റൂംസ് ഉണ്ട്. ഓക്കെ, 34 ഉണ്ട്, 5th ഫ്ലോറിലും ഉണ്ട്. പിന്നെ 35th ഫ്ലോറിന് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ബ്രിവറിയുടെ നോക്കണം. ബ്രിവറി, പിന്നെ കഫേ 1st ഫ്ലോറിൽ, ജാപ്പനീസ് ഫുഡ് അതൊക്കെ നോക്കാം. പിന്നെ ഇപ്പോൾ വയ്യ. ഓക്കെ, സ്പായും ഓക്കെ ടൈം ആകുമ്പോൾ ഉണ്ട്. പിന്നെ പൂള്, സൈഡ് പൂളുണ്ട് 4th ഫ്ലോറിൽ. അതാണ് അവിടെ നമ്മളിപ്പോൾ കയറിയില്ലേ 4th ഫ്ലോറിൽ അവിടെ. ഓക്കെ, സോ അവിടോട്ട് ഇവിടെ എല്ലാ എക്സലേറ്ററും ഉണ്ട്. ഈ ഫ്ലോറുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, എലിവേറ്റർ ഇത് സി ജപ്പാൻ ഫ്രൈഡ്. ഓക്കെ, നോക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ എന്താ ഭംഗി. കണ്ടോ, കണ്ടോ. നമുക്കൊന്നുകൂടെ താഴോട്ട് മേട്ടോട്ട് കയറിപ്പോൾ താഴെ പോയിട്ട് താഴെ നമ്മൾ 2nd ഫ്ലോർ കിട്ടും. ഓക്കെ, താഴെ പോയിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ പോകാം. കീ കൊണ്ട് കളയാ. സോ കറങ്ങിട്ട് വീണ്ടും നമ്മൾ ലോബിയിലെത്തി. നമുക്ക് നമ്മുടെ അവിടെ ചെക്കിങ് പ്രോസസ്സൊക്കെ നടക്കും. നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മേപ്പോട്ട് കയറിപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഞാൻ ഈ ഷോർട്സും ഒക്കെ ഇട്ടുകൊണ്ട്. സോ അതായത് ഇങ്ങനെ കാണിക്കാം നിങ്ങൾക്ക്. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എനിക്കിങ്ങനെ അടങ്ങിയിരിക്കുന്ന ശീലമില്ല. സോ എന്താ പറയുക, ഇപ്പം ചെക്കിങ് പ്രോസസ്സിനൊക്കെ ആൾക്കാർ കൂടി. ഓക്കെ, കണ്ടിട്ട് ഒരു നിവർത്തിയില്ലാഞ്ഞിട്ട് ഞാൻ റൂമിലിരിക്കുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും മഴയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ രാത്രി 11 മണി വരെ ഞാൻ അവിടെ കിടന്ന് ഇറങ്ങുമായിരുന്നു. അവസാനം ഡിന്നറും കിട്ടിയില്ല. 11 മണിക്ക് മുമ്പേ എല്ലാ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടയ്ക്കും. ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത അങ്ങനെ ഇറങ്ങി ഇതായി. ഓക്കെ, വെയിറ്റ് കഴിഞ്ഞ് നടക്കുന്നതായിട്ട്. സോ എന്താ പറയുക, എല്ലാം എന്നിട്ട് കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്ന ഉടനെ ഓക്കെ എവിടെയെങ്കിലും ഇത് ചെയ്താൽ മതി. ഓക്കെ, സോ അന്നേരം വരും.
എന്താ ഇത്രയും എലിവേറ്റേഴ്സ് ഉള്ള ഒരു അതും ജപ്പാനിലെല്ലാം ചെറിയ സൗകര്യത്തിലല്ലേ ഇത്ര എലിവേറ്റേഴ്സ് ഉള്ളത്. ജപ്പാനിൽ ഞാൻ പോയിട്ടില്ല വേറെ ഹോട്ടൽസിൽ. ഓക്കെ, കാര്യം ഞാൻ എല്ലാം താമസിക്കുന്ന എല്ലാം നല്ല വലിയ ഹോട്ടൽസാണ്. ഓക്കെ, എഴുപത്തൊന്നില്ലേ? ഐ വാണ്ട് ടു ഗോ അപ്പ്. ആ എവിടെയെങ്കിലും കണേ ലൈറ്റ് ഇട്ട് കത്തും. എനിക്ക് ലൈറ്റ് കത്തിയുണ്ട്. ആ ലൈറ്റ് കത്തും. അപ്പോഴത്തേക്ക് അത്രയും വലിയ എലിവേറ്റർ ഞാൻ മാത്രം ഒറ്റയ്ക്ക്. ഓ ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ കുഴപ്പം. വേറെ ഒരു കുഴപ്പമില്ല. ഓക്കെ, ആ will open and I have to go this card key. Okay, card key ആക്കി. ഇനി നമ്മൾ പോകുന്നു റൂമിലോട്ട്. എക്സ്പ്രസ് 14 42 ഇല്ലേ നമ്മളത്? ആണോ? ഒരു ഓർമ്മയില്ല. ആണോ നോക്കാം. ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യം. ചിലപ്പോൾ ഞാനത് മറന്നു വരില്ല. ഓ എന്താ ഇവിടെ നിന്നിട്ട് എല്ലാ തണുപ്പ് ഇവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇനി എന്തേലും മറന്നോ? ഞാൻ ഫോൺ കയ്യിലുണ്ട്. ഞാൻ ഫോൺ അവിടെ ഫാൻ മാറ്റി. ഇങ്ങനെ ഇതാ അവിടെ കുറച്ചുകൂടെ കഴിയട്ടെ. ലൈറ്റപ്പോൾ കാണിച്ചത് ലൈറ്റ് ഇങ്ങനെ വീല് കറക്കാൻ തുടങ്ങി. ഓക്കെ, അവിടെ ടൈമൊക്കെ ഇവിടെ ഇരുന്നാൽ കാണാം. ഓക്കെ, ബൈ ബൈ. തണുക്കുന്നു.